ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കജോളിന് മേലുള്ള അടുത്ത കുറ്റാരോപണം തന്നെ ആശിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. കജോൾ, ഞാൻ കേട്ടിരുന്നു താങ്കൾക്ക് താങ്കളെ വളരെയധികം ഇഷ്ടമാണെന്ന്. തീർച്ചയായും. രാവിലെ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് എന്നെ പോലൊരു സുന്ദരി വേറെ ആരും ഇല്ലെന്ന് പറയുന്നു. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, ദാറ്റ് ഈസ് യു ആർ ഗോർജിയസ്, ഐ ആം ലുക്കിംഗ് അമേസിംഗ്, ഐ ആം ലുക്കിംഗ് സ്റ്റണ്ണിങ്. എന്നെ ഒന്ന് കാണാൻ എന്ത് ഭംഗിയാണ്. ആഹാ, എന്ത് രസമായി കണ്ണാടിയിൽ എന്നെ കാണാൻ, എന്താ ഭംഗി. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇവിടെ വരെ എത്തിയതിന്റെ ഒരു കാരണം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. യുനോ, ഞാൻ എന്നോട് തന്നെ, ഉള്ളിലുള്ള എന്നോട് തന്നെ ഒരുപാട് സംസാരിച്ചാണ് ഇതുവരെ എത്തിയത്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ വാനിറ്റി, ഐ വുഡ് സേ. ഒരു കാലത്ത് താങ്കളുടെ ലുക്കിനെ പറ്റി താങ്കൾ സങ്കടപ്പെട്ടതേ ഇല്ല. ഞാൻ സങ്കടപ്പെട്ടിട്ടേ ഇല്ല. കാരണം ഒരു ദിവസം പോലും ഞാൻ സുന്ദരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അപ്പോഴൊക്കെ തോന്നുന്നതെന്ന് വെച്ചാൽ, സൗന്ദര്യം എന്ന് പറയുന്നത് അതെന്താന്ന് വെച്ചാല്, അത് ഒരു ഡെഫിനിഷൻ ഓഫ് ബ്യൂട്ടി വാസ് ഓൾവേസ് എ കളക്ഷൻ ഓഫ് ഫീച്ചേഴ്സ്. അതായത് എന്റെ മൂക്ക് അത്ര നീളമുള്ള നല്ല മനോഹരമായ മൂക്കല്ല, അല്ലെങ്കിൽ നല്ല ഹൈ ചീക്ക് ബോൺസ് ഇല്ല, ഇല്ലെങ്കിൽ മനോഹരമായ നീളമുള്ള കാർകൂന്തലില്ല. യുനോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? സാധാരണ ആൾക്കാർ ഈ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനത് വിശ്വസിച്ചിരുന്നു. എനിക്ക് എപ്പോഴും തോന്നും ഐ എം വെരി കൂൾ, ഐ എം വെരി അട്രാക്റ്റീവ് ആൻഡ് ഐ എം വെരി ഇന്റലിജന്റ്. പക്ഷേ മുടിയാണെങ്കിൽ ആ സൈഡിലും ഈ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, ഡ്രസ് ആണെങ്കിൽ സ്ലിപ്പായിട്ട് പോകുന്നു. എന്റെ അമ്മ ചെറുതിൽ എപ്പോഴും പറയും, മോളെ നിന്റെ കണ്ണിൽ മുള്ളുണ്ടെന്നാ തോന്നുന്നത്, ഒരു ഡ്രസ്സ് മര്യാദക്ക് ഇരിക്കത്തില്ല, അല്ലെങ്കിൽ അത് കീറിക്കളയും. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ആൻഡ് എനിക്ക് എപ്പോഴും തോന്നുന്നത്, ഞാൻ എന്റെ ഡ്രസ്സ് നോക്കിയിട്ട് അത് ആ മോഡൽ ഇട്ടപ്പോ അത്രയും ഭംഗിയായിട്ടൊന്നും തോന്നിയില്ലല്ലോ, പക്ഷെ എനിക്ക് എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ, എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഞാനാണ് ഏറ്റവും സുന്ദരി എന്ന് വിചാരിക്കും. മറ്റൊരു കാര്യവും ഞാൻ കേട്ടു, താങ്കൾ വളരെ മെലോ ഡ്രാമാറ്റിക് ആവുമെന്നാണ്. മകൾ കൂടുതൽ ആകാശത്തേക്ക് പറക്കേണ്ട, താഴേക്ക് വന്ന് പറയുമെന്ന് കേട്ടു. എപ്പോഴും പറയാവൾ എന്നോട്, എപ്പോഴും, അമ്മ ജസ്റ്റ് കട്ട് ദ മെലോ ഡ്രാമ പ്ലീസ്, മെലോ ഡ്രാമ വേണ്ട പ്ലീസ്. പക്ഷെ ഞാൻ ഈ സിനിമയൊക്കെ കാണുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഈ ഇമോഷണൽ സീൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എന്റെ മോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറയും, അമ്മ ഐ ലവ് യു, ഐ മിസ് യു. ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. ബിക്കോസ് ഈവൻ ഐ മിസ് ഹർ എ ലോട്ട്. ഐ ആം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ എന്റെ ഫീലിങ്സ് അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഓക്കെയാണ്. പക്ഷേ അജയ് ദേവ്ഗനെ താങ്കൾ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും വീട്ടിൽ പുറത്തേക്ക് വരില്ലെന്ന്. അത് വീട്ടിൽ മാത്രമല്ല, ഇവിടെ വന്നാൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ പുറത്ത് കേൾക്കില്ല. ഐ തിങ്ക് അജയ് ഈസ് മോർ ഓഫ് എ സ്ട്രോങ് സൈലന്റ് ടൈപ്പ്. ഇങ്ങനെയൊക്കെ പറയാറില്ലേ നമ്മള്, ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം ആൻഡ് സൈലന്റ്. സോ അദ്ദേഹം അങ്ങനത്തെ ഒരാളാണ്. അദ്ദേഹം അങ്ങനെ അധികം ഒന്നും സംസാരിക്കില്ല, വളരെ പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ആളാ. ഞങ്ങളുടെ റിലേഷൻഷിപ്പും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ. ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ വീർപ്പിച്ച് വെച്ച മുഖം എന്ന് പറഞ്ഞു. ഭയങ്കര മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആദ്യം ഒരു മൂലയിൽ ഇരിക്കുക ഒരു മനുഷ്യനെ, എന്നിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ, ആരോട് സംസാരിക്കാതെ വെറുതെ കോഫി കുടിച്ചോണ്ടിരിക്കുന്ന മുഖം ഉമ്മെന്ന് വെച്ചിട്ടുണ്ട്. ഐ എം ലൈക്ക്, ഇറ്റ്സ് ലൈക്ക് എന്തോ പോലെ ഇരിക്കില്ലേ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഹലോ ഗുഡ് മോർണിംഗ്, ഹായ് ഹൗ ആർ യു, ഹായ് ഹലോ, എല്ലാരും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരാൾ മാത്രം ഒരു സൈഡിൽ ഇങ്ങനെ മുഖവും വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇറ്റ്സ് സ്ട്രേഞ്ച്, ഇറ്റ്സ് വിയർഡ്. സോ അത്രത്തോളം വിയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടൊപ്പം താങ്കൾക്ക് എങ്ങനെയാണ് സൗഹൃദം കിട്ടുന്നത്? അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഹായ് ഹലോ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ഐ റിയലൈസ്ഡ് ഇന്റലിജന്റ് ആണ്, അതാണ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് അവിടുന്നാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. കറക്റ്റ്. അതിനുശേഷം പിന്നെ ഡയലോഗ് എക്സ്ചേഞ്ചസ് സംഭവിച്ചു? ഡയലോഗ് എക്സ്ചേഞ്ച് ഒന്നും നടന്നില്ല. ഹായ് ഹലോ എന്ന് തുടങ്ങി, അത്ര തന്നെ. അപ്പൊ നിങ്ങളിപ്പോ അജയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അജയുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സംസാരിക്കുന്ന വിധം തന്നെ വ്യത്യസ്തമാണ്. എന്തോന്നും ഒരു സ്വാമിജിയെ പോലെ സംസാരിക്കും. ബിക്കോസ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ അയ്യോ ഇദ്ദേഹത്തിനോട് പോയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയണം. അദ്ദേഹം നമുക്ക് വളരെ ഇന്റലിജന്റ് ആയിട്ട് മൈൻഡ് ബ്ലോയിങ് റിപ്ലൈ തരും. ഐ തിങ്ക് ഇങ്ങനെ എന്തോ ആണ് നടന്നെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഹി വാസ് ഇൻ എ റിലേഷൻഷിപ്പ് ദെൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനും ആ സമയത്ത് വേറൊരു റിലേഷൻഷിപ്പിലായിരുന്ന സമയമാണ്. ഞാൻ ആ സമയത്ത് എന്റെ സങ്കടങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുമായിരുന്നു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയുമായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദർ ആൻഡ് പിന്നെ ഓഫ് കോഴ്സ് വി ഗോട്ട് ഇൻ ടു എ റിലേഷൻഷിപ്പ്. സോ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം താങ്കൾ സൈലന്റ് ആയിട്ട് വിവാഹവും കഴിച്ചു. പക്ഷെ കൂടുതൽ പേരെ വിളിച്ചില്ലല്ലോ. അതെ, സത്യമാണ്. ഞങ്ങൾ അങ്ങനെ ആരെയും വിളിച്ചില്ല. സത്യം പറഞ്ഞാൽ അത്യാവശ്യമുള്ള ആരെയും വിളിച്ചില്ല. ഐ തിങ്ക് അദ്ദേഹത്തിന്റെ ഒരു 5-6 ബന്ധുക്കൾ ഉണ്ടായിരുന്നു, എന്റെയും കുറച്ച് അത്യാവശ്യമുള്ള ബന്ധുക്കൾ മാത്രം ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഡെക്കറേറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്റെ 2-3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു.
ഞങ്ങളുടെ കല്യാണത്തിന്. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ 2 മാസം ഹണിമൂൺ പോയെന്നുള്ളത് സത്യമാണോ? ആക്ച്വലി കല്യാണത്തിന് മുമ്പ് ഞാനൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അതെന്താന്ന് വെച്ചാൽ 2 മാസത്തേക്ക് നമുക്കൊരു അമേസിംഗ് ഹണിമൂണിന് പോകണം. അതായത് നമുക്കൊരു ഹോൾ വേൾഡ് ടൂറിന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആക്ച്വലി വി വെന്റ് ഫ്രം ഓസ്ട്രേലിയ ടു LA ടു ലാസ് വെഗസ്. അതെ, തിരിച്ചു വരേണ്ടി വന്നു. അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ജനങ്ങളോട് പറയും. അത് ഇടയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. ആ സമയത്ത് ഞങ്ങൾ ഗ്രീസിലായിരുന്നു. അപ്പോഴത്തേക്ക് ഏതാണ്ട് 40 ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു. സോ ബൈ ദാറ്റ് ടൈം ഐ തിങ്ക് അപ്പോഴേ അദ്ദേഹം ഒരു വഴിക്ക് ഇതായി കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ. ഞാനുടനെ പനി വന്നോ? I'll give you some medicine or something or else I'll go find the. ഞങ്ങളിപ്പോൾ ഗ്രീസിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മെഡിക്കൽ സ്റ്റോർ എവിടെ കിട്ടും, എവിടെ മരുന്ന് കിട്ടും, എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ലല്ലോ. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം, ക്രോസിനോ എന്തെങ്കിലും നോക്കട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഇല്ലില്ല, എനിക്ക് നല്ല പനിയുണ്ട്, എനിക്ക് ഒട്ടും വയ്യ കേട്ടോ, എന്നെക്കൊണ്ട് ഇനിയൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഉടനെ നമുക്ക് വീട്ടിൽ പോകാൻ വന്ന്. സോ അത് അങ്ങനെ അവിടെ അന്ന് നടന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വീട്ടിലോ? തലവേദന വന്ന് നമ്മൾ വീട്ടിൽ പോവോ? അപ്പൊ അദ്ദേഹം എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, നമുക്ക് വീട്ടിൽ പോവാം, വാ പ്ലീസ് പോവാന്ന്. അങ്ങനെ ഞങ്ങള് ഉടനെ തന്നെ വീട്ടിലേക്ക് വന്നു, ഞങ്ങളുടെ ഹണിമൂൺ പകുതി നിർത്തിയിട്ട്. മാഡം കബി ഖുഷി കബി ഗം പടത്തിൽ അഭിനയിക്കുമ്പോൾ മാഡം ചാന്ദിനി ചൗക്കിനെ കാണിച്ചു തന്നു. അതെ, ഞാനും അവിടെ നിന്നാണ് വരുന്നത്. അത് കൊള്ളാലോ. നമ്മള് നേരത്തെ കാണേണ്ടതായിരുന്നല്ലേ? മാഡം ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചാന്ദിനി ചൗക്ക് കാണിക്കുമ്പോൾ? ചാന്ദിനി ചൗക്കിൽ വെച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല എനിക്ക്, അൺഫോർച്ചുനേറ്റ്ലി. അത് മൊത്തം സെറ്റ് ആയിരുന്നു കേട്ടോ. അത് കാണാൻ ചാന്ദിനി ചൗക്കിന്റെ ഛായ ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് കുഡോസ് ടു മൈസെൽഫ് ആൻഡ് കരൺ ടു ദാറ്റ്. പക്ഷെ എന്താന്ന് വെച്ചാല് ഡൽഹിയിലുള്ള ചാന്ദിനി ചൗക്കിലേക്ക് ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല അതിന് വേണ്ടിയിട്ട്. അതാണ് സത്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഡൽഹിക്ക് ഒരു പ്രത്യേക മണമുണ്ട്, ഒരു ഫ്ലേവർ ഉണ്ട്, അതെനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഡൽഹിയിലെ ആഹാരമൊക്കെ താങ്കൾ കഴിക്കുമെന്ന് അറിയാം, പക്ഷെ താങ്കൾക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്ന് കേട്ടു. അറിയില്ല, എനിക്ക് കുക്കിങ്ങേ അറിയില്ല. അതും എനിക്ക് നേരെയുള്ള കുറ്റാരോപണമാണോ? അല്ലേ? ഓ സമാധാനം. ഓർത്തോളൂ, വിമൻസ് എംപവർമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. താങ്കൾ മനസ്സിലാക്കണം, അജയ് ദേവ്ഗന് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം. എല്ലാവർക്കും പാചകം ചെയ്യാൻ അറിയാം. എന്റെ തിയറി എന്താണെന്ന് അറിയാമോ? പാചകം ചെയ്ത് കൊടുക്കാനായിട്ട് ഇത്രയും ആൾക്കാരുണ്ട്, ശരി, അത് കഴിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവണ്ടേ ഇവിടെ? എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ കുട്ടികളെ? അവരെടുത്ത് കൊടുക്കൂ. മാഡത്തിന്റെ ഫേവറേറ്റ് ബോളിവുഡ് ആക്ട്രസ് ആരാണ്? യൂഷ്വലി മീഡിയയിലെ റൂമേഴ്സ് ഒക്കെ കാണും, അതായത് ഫീമെയിൽ ആക്ട്രസ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കില്ലെന്ന്. അതുകൊണ്ട് മാഡത്തിന് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസ് ആരാണ്? പറയൂ മാഡം. ഞാൻ പറയാം കേട്ടോ. അതെന്താന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളല്ല, ആരുടെ അടുത്തുമില്ല. ഐ തിങ്ക് ടു ബി ഫ്രണ്ട്സ് യു ഹാവ് ടു. ഇപ്പൊ പാർട്ടിക്കൊക്കെ പോവാണെങ്കിൽ യു വിൽ ഹാവ് ടു ഹാവ് ദോസ് കൈൻഡ് ഓഫ് ഫ്രണ്ട്സ്. ഐ എം നോട്ട് ഫ്രണ്ട്സ് വിത്ത് എനിബഡി ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ആർക്കും ഒരു ഫ്രണ്ട് അല്ല. പക്ഷേ ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ദർ ഹും ഐ വിൽ റെസ്പെക്ട് ആൻഡ് ലൈക്ക് in the film industry. ഇപ്പൊ വന്നിരിക്കുന്ന ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, I've met most of them. I've met Vidya. I like her very much. I think she is വളരെ നല്ലൊരു കുട്ടിയാണ്, വളരെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെൺകുട്ടി. I think 2-3 പ്രാവശ്യം വളരെ സ്വീറ്റ് ആയിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. So I think she is lovely. I think there's a lot of people honestly that I know and I like. I've met Jacqueline. She is also very very nice. I've met. Who else? എനിക്ക് ഒരു 2-3 പേരുകൾ അറിയൂ, ഞാൻ പറയാം. ആലിയ ഭട്ട് മാഡം ആണോ? Yeah, I've met ആലിയ. ആലിയ of course. ഞാൻ ആലിയ ഈ ഇടയ്ക്ക് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് കണ്ടിട്ടായിരുന്നു. ബട്ട് I've not interacted with her. അത്ര കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. I've met സിദ്ധാർത്ഥ് മൽഹോത്ര and I know Varun very well. അവർ രണ്ടുപേരും വളരെ നല്ല കുട്ടികളാണ്. I like them very very much. They're very very talented. So yes of course I forgot about. Of course അവരെന്റെ അനിയത്തിയുടെ റോൾ ചെയ്തിട്ടുണ്ടല്ലോ ദിൽവാലെ സിനിമയിൽ. ഷീ ഈസ് ഓൾസോ വെരി ലവ്ലി. താങ്കൾ സെറ്റിലുള്ള സമയത്ത് യങ്സ്റ്റേഴ്സ് താങ്കളെ കണ്ടാൽ ശരിക്കും പേടിക്കുമെന്ന് കേട്ടു. അതിലെന്തെങ്കിലും സത്യം? ഐ ഹോപ്പ് സോ. അവർ പേടിക്കണം. ഐ ഹോപ്പ് സോ. അവർ ശരിക്കും പേടിക്കണം. ആൻഡ് ഐ ഹോപ്പ് എന്റെ ഓറ കണ്ടിട്ട്, അതായത് കുറച്ച് നമ്മൾ ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത്, ഒരു കിക്ക് ആസ് ആറ്റിറ്റ്യൂഡ് വേണം അല്ലേ? ഐ ടോട്ടലി അഗ്രി.